ജനിച്ചു പോയോ? എനിക്കറിയാം എന്ത്? ഒരു പെണ്ണിനെ രാത്രിയിൽ വീട്ടിൽ വിളിച്ച് കയറ്റാനും മാത്രം ചീപ്പല്ല സണ്ണിച്ചനെന്ന്. ബട്ട് സണ്ണിച്ചന്റെ കൂടെ വേറെ ഒരു പെണ്ണിന്റെയും പേര് ചേർത്ത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സണ്ണിച്ചൻ എന്റേത് മാത്ര, സോണിയയുടെ മാത്രം. ഇത് നിങ്ങളുടെ പുതിയ ഹോട്ടലല്ലേ? എന്താ ഇവിടെ? ഒരു കേസ് ജയിച്ചതിന്റെ പാർട്ടിയാ. സണ്ണിച്ചനെയും കൂട്ടി വരാൻ ഡാഡി പറഞ്ഞു. കം ഓൺ, കം കം. ഡാഡി, ഡാഡി, സോണിയ എവിടെ? ഞാനേ അവളെ ഒരിടം വരെ പറഞ്ഞയച്ചിരിക്കുക. വരൂ. ഹായ് ഹായ് ഹായ്. ഹലോ ഹായ്. ഡാഡി, ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ തപ്പി എടുത്തു? ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല. ഗുഡ് ഗുഡ് ഗുഡ്. എക്സ്ക്യൂസ് മീ, കം ഓൺ. സോണിയ, ഹായ്. Where are you? That's a secret. Okay. We heard about your marriage. Is it true? Yeah. ആരാ വരൻ? അതൊരു സസ്പെൻസാ. പിന്നെ ഞങ്ങളൊക്കെ ഈ പ്രായം കഴിഞ്ഞാ വന്നത്. എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഗോപ്യമായിട്ട് വേണം. അങ്ങനെയാ മിടുക്കന്മാര്. ഞാൻ എന്ത് ചെയ്തെന്ന വായും മനസ്സറിയാത്ത കാര്യ. ആ പെണ്ണ് ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായാൽ എനിക്കും എന്റെ മോക്കും ആ ചീത്തപ്പേര്. ഇനി അതുണ്ടാവരുത്. അപ്പൊ എന്താ വേണ്ടത്? ബ്രാൻഡി, വിസ്കി? ഞാൻ കഴിക്കാറില്ല. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഇത് വിദേശി എന്നും പറഞ്ഞ് ഇവിടെ കിട്ടുന്ന അണ്ടന് കടകൂടണമെന്നുമല്ല. ഒറിജിനൽ സായി. അതുകൊണ്ടല്ല, എനിക്കൊന്നും ശീലമില്ലാത്തോണ്ടാ. ശരി, എന്നാ പിന്നെ വിളിപ്പിച്ച കാര്യത്തിലോട്ട് കിടക്കാം. എന്താ? അത് ഞാൻ പരസ്യമായിട്ട് പറയുമ്പോൾ താൻ കേട്ടാ മതി. എന്റെ മകൾ ആവശ്യപ്രകാരം ഞാൻ ചെയ്യാൻ പോകുന്ന രാജകീയ പ്രഖ്യാപനം, എ റോയൽ അനൗൺസ്മെന്റ്. കം ഓൺ, ഫോളോ മീ. കം ഓൺ, കം ഓൺ ഫ്രണ്ട്സ്, കം ഓൺ. സൈലൻസ്, സൈലൻസ്. ഒന്ന് ശ്രദ്ധിക്കണേ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സന്തോഷം നിറഞ്ഞ അവസരത്തിൽ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. മിസ്റ്റർ സണ്ണിച്ചൻ. പാട്ടുകാരൻ സണ്ണിച്ചനെ പരിചയപ്പെടുത്താൻ എന്തിരിക്കുന്നു? ഗബ്ബീലച്ചന്റെ വളർത്തുപുത്രനല്ലേ? ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ എന്റെ മകൾ സോണി വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനാണ്. എന്റെ ഭാവി മരുമകനാണ്. മൈ സണ്ണില്ലോ മിസ്റ്റർ സണ്ണിച്ചൻ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇതൊരു മഹാത്യാഗം തന്നെയാ അവറാച്ച. വെറും ഒരു അനാഥ പയ്യന് കോടീശ്വരനായ അവറാച്ചന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഫാന്റാസ്റ്റിക്. എന്റെ അമ്മായി അച്ഛനായോണ്ട് പറയുകയല്ല, അതാണ് അവറാച്ചൻ. ഉടനെ ആ കൈ. യു ആർ വെരി ലക്കി. ഇനിയിപ്പോ ആരെങ്കിലും ചോദിച്ചാ പറയാൻ നിനക്കൊരു അഡ്രസ് ആയില്ലേ? സണ്ണില്ല, പാലക്കാട് അവറാച്ചൻ. പോകരുത് പ്ലീസ്. വേണ്ട സോണിയ, ചേരേണ്ടതേ ചേരാവൂ. ഞാനൊരിക്കലും സോണിയക്ക് ചേർന്ന ആളല്ല. ലീവ് മീ അലോൺ. വെളിവില്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി. പീറ്റർ പറഞ്ഞ ശരിയാ. സ്വന്തം എന്ന് പറയാൻ ഒരു അഡ്രസ് പോലും ഇല്ലാത്തവനാ ഞാൻ. വെറും സണ്ണി. അതിന്റെ കൂടെ ചേർക്കാൻ തന്തയുടെയോ തറവാടിന്റെയോ ഒന്നും പേര് പോലും അറിയാൻ പാടില്ലാത്തൊരു തെണ്ടി. നോ സണ്ണിച്ച, പ്ലീസ്. ഒരു പണക്കാരന്റെ മോളായി ഞാൻ ജനിച്ചു പോയത് എന്റെ കുറ്റമാണോ? എങ്കിൽ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരാം. സണ്ണിച്ചൻ വിളിക്കുന്ന ഏത് കൂരയിലേക്കും വരാം. എന്ത് കഷ്ടപ്പാട് സഹിക്കാം. എന്നെ വേണ്ടെന്ന് വെക്കരുത്. Because I love you. I need you. I can't live without you. It's okay. ഞാൻ പോട്ടെ. ആരാ? പേര് ജാനകി. ആ ഓടിക്കേറി വന്ന പെണ്ണിന്റെ അമ്മയാന്നാ പറയണേ. കൊറേ നേരെ കാത്തുക്കണു. ഇതാ സണ്ണിച്ചൻ. എന്താ കാര്യം വെച്ചാ പറഞ്ഞു വേണം സ്ഥലം കാര്യാക്കാൻ നോക്ക്. എന്താ വന്നത്? മോൻ എന്റെ കൂടെ ഒന്ന് വരണം. കൂടെ വരാനോ? എങ്ങോട്ട്? എന്റെ മോള് കരുണാലയ ഹോസ്പിറ്റലാ. മോനൊന്ന് വന്ന് കണ്ട അവളുടെ അസുഖത്തിന് ആശ്വാസം കിട്ടുന്ന ഡോക്ടർ പറയണത്. ആശ്വാസം കിട്ടാൻ ഇയാൾ എന്താ ഓക്സിജൻ സിലിണ്ടർ? ഈശ്വരൻ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെല്ലാം ഡോക്ടർ പറഞ്ഞോളാന്ന് പറഞ്ഞു. മോനൊന്ന് അവിടം വരെ വരണം. എന്നോടൊന്നും തോന്നരുത്. എനിക്ക് വരാൻ പറ്റില്ല. ഒരിക്കലും പെണ്ണ് ഇവിടെ വന്ന് കയറിയതിന് നാണക്കേട് കാരണം തല പൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. ദയവ് തന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ പോണം. അതല്ല മോനെ, മോനെ. അതെ, ഞങ്ങളിവിടെ കല്യാണപ്രായം കഴിഞ്ഞവരും കഴിയാത്തവരായിട്ട് 2-3 ആണുങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന സ്ഥല.
നിങ്ങളുടെ മോള് വന്നത് കൊളാക്കി. ഇനി നിങ്ങളും കൂടി നിന്ന് കൂടുതൽ വഷളാക്കരുത്. അതല്ല, ഒരേ ഒരു തവണ എന്റെ മോളെ വന്നെന്ന് കാണാൻ പറയൂ. തണ്ണിച്ചില്ലല്ലേ പറഞ്ഞ പറ്റിയെന്ന്. സ്ഥലമിട്. വീണ്ടും തല്ലു വിളിക്കാൻ വന്നിരിക്ക. അവരുടെ മകള് കരുണാലയത്തിലാണെന്നല്ലേ പറഞ്ഞത്? അതെ. കരുണാലയം എന്ന് പറയുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലാ. എന്റെ ബലദൈവങ്ങളെ, ആ പെണ്ണിന് വട്ടായോ? അഞ്ജലി, മോളെ, അഞ്ജലി, അഞ്ജലി ഒന്ന് മുറുക്കി. ആ, എന്തായി കണ്ടോ? എന്തു പറഞ്ഞു? വരില്ല, എന്റെ മോളെ രക്ഷിക്കാൻ ആരും വരില്ല. വിവരങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? ഇങ്ങനെ ഒന്നും മിണ്ടാതെ റവേക്കെ വായിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? ഡോക്ടർ സാമുവിനോട് ഞാൻ എന്നാ പറയണ്ടേ? വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക്. എന്നാ വേഗം ചെല്ലേ. ഓ, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കാനാ പറഞ്ഞത്. ആഹാ, എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞ് ശാന്തമായിരിക്കുക. ഇനിയും ഞാൻ ആ പെണ്ണിനെ കാണാൻ പോയിന്ന് സോണി എങ്ങനെ അറിഞ്ഞാ വേണ്ട. എന്തിനാ വെറുതെ? അതൊരു ചെണ്ടയെക്കൊട്ട് എഴുന്നള്ളിച്ചോണ്ടല്ലോ അങ്ങോട്ട് പോണത്. ഒന്ന് കാണുക, പോരുക, അത്രയേ വേണ്ടൂ. നിന്റെ പ്രസൻസിൽ എന്തോ ട്രീറ്റ്മെന്റ് നടത്താനുണ്ടെന്നാ ഡോക്ടർ സാമുൽ പറയണത്. വേറെ ഏതെങ്കിലും ഡോക്ടറായിരുന്നെങ്കിൽ ഞാനൊരു ഒഴിവ് പറഞ്ഞേനെ. പക്ഷെ ഡോക്ടർ സാമുൽ അങ്ങനത്തെ ആളല്ല. എന്റെ പ്രസൻസിൽ എന്ത് ട്രീറ്റ്മെന്റ്? ഞാനും ആ കുട്ടിയുമായിട്ട് എന്താ ബന്ധം? അതെനിക്കും മനസ്സിലാകാത്ത കാര്യമാണ്. പക്ഷെ മനുഷ്യന്റെ മനസ്സിന്റെ കാര്യമല്ലേ. ആരുടെ മനസ്സ് എപ്പോഴാണ് താളം തെറ്റുന്നതെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റൂ? എന്റെ മോനൊന്ന് ചെല്ലേ.